വെള്ളമില്ലാതെ ഒരു ദിവസം തള്ളി നീക്കാൻ തന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ്. വർഷങ്ങളായി ഇത്തരത്തിൽ കുടിവെള്ളക്ഷാമം നേരിടുന്ന ഒരു കോളനിയുണ്ട് തലസ്ഥാനത്ത്. കരകുളം പഞ്ചായത്തിലെ IHDP കോളനി. റിപ്പോർട്ടിലേക്ക്. 16 കുടുംബങ്ങൾ താമസമുണ്ടായിരുന്ന ഒരു ചെറിയ കോളനിയാണ് മുതുശാസ്താംകോട് വാർഡിലെ IHDP കോളനി. വർഷങ്ങളായി കുടിവെള്ളം ലഭിക്കാതെ ദുരിതത്തിലാണിവർ. ഈ ഒരു IHDP കോളനി എന്ന് പറയുമ്പോഴത്തേക്ക് അവർ മെയിനായിട്ട് വെള്ളം വിടുന്നില്ല. എങ്ങനെ പോയാലും വർഷങ്ങളോളം ഇവിടെ ഉണ്ട്. 7 കുടുംബങ്ങൾ മാത്രമാണ് ഇന്നിവിടെ അവശേഷിക്കുന്നത്. കാലങ്ങളായി പരിഹാരം കാണാതെ തുടരുന്ന കുടിവെള്ള പ്രശ്നം കാരണം 10ഓളം കുടുംബങ്ങളാണ് ഇവിടെ നിന്നും ഭൂമി വിറ്റുപോയത്. കിട്ടുന്ന വിലയ്ക്ക് ഭൂമി വിറ്റ് പോവുകയായിരുന്നു എല്ലാവരും. വാർഡ് മെമ്പറോടും മറ്റ് ബന്ധപ്പെട്ട വ്യക്തികളോടും പരാതി പറഞ്ഞിട്ടും യാതൊരു പരിഹാരവും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. മെമ്പറെ വിളിച്ചപ്പോൾ മെമ്പർ പറഞ്ഞു അത് ഇന്ന് വരും, നാളെ വരും, മറ്റന്നാൾ വരും. ഇവർ പറഞ്ഞാൽ അത് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് മെമ്പറോട് നമ്മൾ പറയുക, വാർഡ് മെമ്പറുടെ അടുത്ത് പറയുക, പഞ്ചായത്തിൽ അറിയിക്കുക, വാട്ടർ അതോറിറ്റി വിളിക്കുക. ഇതാണ് ഞങ്ങളുടെ ഒരു അവസ്ഥ. മുമ്പുള്ള പറഞ്ഞു, പാർട്ടിയിലുള്ള എല്ലാവരുടെയും പറഞ്ഞു. ഈ മെമ്പർ പറഞ്ഞിട്ട് പോലും ഇവിടെ നിന്നുകൊണ്ട് കുടുംബശ്രീയിൽ CDS ഉണ്ട്. ഈ CDSന്റെ അടുത്ത് ഞങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് CDS ഇവിടെ നിന്ന് വിളിച്ചപ്പോഴത്തേക്ക് ഈ മെമ്പർ ഞങ്ങളോട് പറഞ്ഞ വാക്കാണ് ഇവിടെ ഉള്ള ആൾക്കാരെല്ലാവരും കൂടെ ചെന്ന് പ്രതിഷേധിക്കാൻ. ഞങ്ങൾ ഇനി എവിടെ പ്രതിഷേധിക്കണം? എവിടെയെല്ലാം ഞങ്ങൾ പോവേണ്ടടുത്ത് പോയി, പറയേണ്ട ആൾക്കാരടുത്ത് പറഞ്ഞു. ഇനി ആരടുത്ത് ഞങ്ങൾ പറയണം? ഞങ്ങൾക്ക് ഇനി പറയാൻ മീഡിയ മാത്രമേ ഉള്ളൂ. 3000-ലും 5000-ലും അധികം രൂപയാണ് ഓരോരുത്തർക്കും ബില്ലായി വരുന്നത്. തങ്ങൾക്ക് ലഭിക്കാത്ത വെള്ളത്തിന് ഇത്രയും ഭീമമായ തുക എങ്ങനെയാണ് വരുന്നതെന്ന് ഇവർ ചോദിക്കുന്നു. ഇവർ ഫ്രീ കണക്ഷൻ എന്ന് പറഞ്ഞ് എല്ലാ വീടുകളിലും ഇത് മീറ്റർ കൊണ്ടുവച്ചു. ഇത് വെള്ളമില്ലാതെ പൈസ മാത്രം ഞങ്ങൾ അടയ്ക്കാൻ വേണ്ടി മാസം ബില്ല് എഴുതി വന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കും. വാട്ടർ ബില്ല് വരുന്നുണ്ട്. എനിക്ക് തന്നെ 6000 രൂപ. എനിക്ക് കറക്റ്റ് എനിക്ക് വെള്ളം ഇല്ലാഞ്ഞിട്ട് പോലും എനിക്ക് 6000 രൂപ ബില്ല് വന്നു. അകലെ പോയി വെള്ളം ചുമന്നു കൊണ്ടുവന്നാണ് ഇവർ ജീവിക്കുന്നത്. കുടിവെള്ള പ്രശ്നം പരിഹരിക്കാനുള്ള എല്ലാ നടപടികളും പൂർത്തിയായി എന്നാണ് വാർഡ് മെമ്പർ രാജൻ വ്യക്തമാക്കുന്നത്. ഈ പ്രദേശത്തെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമാകണമെങ്കിൽ ബൂസ്റ്റർ പമ്പ് സ്ഥാപിക്കണം. എന്നാൽ ഭരണം മാറി വന്നിട്ടും വർഷങ്ങൾ നീണ്ട ദുരിതത്തിലേക്ക് അധികാരികൾ ആരും തന്നെ കണ്ണു തുറക്കുന്നില്ല എന്നാണ് ഇവർ പറയുന്നത്. മനുഷ്യന് ജീവിക്കാൻ വേണ്ട അടിസ്ഥാന ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വെള്ളം. IHDP കോളനിക്കാരെ കുടിവെള്ള പ്രശ്നം അലട്ടാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി. ഇനി ഈ കോളനിയിൽ അവശേഷിക്കുന്നത് 7 കുടുംബങ്ങൾ മാത്രമാണ്. ഇനിയെങ്കിലും ഈ പ്രശ്നത്തെ അധികാരികൾ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. ക്യാമറാമാൻ സനിൽകുമാറിനൊപ്പം ദേവിക ചന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.